ഞങ്ങളിതാ ഉമ്മുൽക്കോയിന് ബീച്ചിലിങ്ങനെ നബീലിൻ്റെ കൂടെ വന്നതാണ്. അപ്പോൾ കുറച്ച് ഈ തുരപ്പന്മാരെ കിട്ടി. അപ്പോൾ ഇവര് പറയണത് ലോകത്തിലെ ഏറ്റവും നല്ല ടീം റയൽ മാഡ്രിഡ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഏറ്റവും നല്ല ടീം ബാഴ്സലോണ അല്ല, അവര് സമ്മതിക്കില്ല. ഇത്ര കാലം വരെ എന്തുണ്ടായി അപ്പൊ ഇന്നലെ ഉണ്ടായതോ? ഇന്നലെ എന്തുണ്ടായി? അത് അത് എംബാപ്പേന്റെ ഗോൾ ഓഫ്സൈഡില്ല. ആ കോർണറിൽ വന്നത് അല്ലേ? അപ്പൊ പെനാൽറ്റിയോ കൈമതട്ടിയോ അതിനൊരു റൂളുണ്ട്. ആ റൂൾ കേക്കട്ടെ. കൈ ഇങ്ങനെ കൊണ്ടുപോകാണെങ്കിൽ കൈ ഇങ്ങനെ ആക്ച്വലി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ കൈന്റെ അടുത്തുനിന്ന് 1 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. അതിന്റെ ഇടയിൽ തട്ടിയ ഹാൻഡ് ബോൾ ആണെന്ന് യൂട്യൂബർ പറയുന്നത്. ഇതേപോലത്തെ പൊട്ടത്തരങ്ങള് റയൽ മാഡ്രിഡ് ആരാധകർ പഠിച്ചിട്ടുണ്ട്. ഇതാണ് പഠിച്ചിരിക്കുന്നത്. അപ്പൊ അത് 100% പെനാൽറ്റിയാണ്. ആർസനലിലേക്ക് എന്താ തോറ്റോ? എവിടെയായിരുന്നു നിങ്ങൾ ഈ കടലിന്റെ അടിയിൽ? അപ്പൊ വന്നു കഴിഞ്ഞാൽ തീർന്നു. യൂറോപ്പ് ഞങ്ങളുടെ കയ്യിലാണല്ലോ. റഫറി ഇവരെ കയ്യിലാണ്, യൂറോപ്പ് ഇവരെ കയ്യിൽ. റഫറി നിങ്ങളെ കയ്യിലാണ്, യൂറോപ്പ് നിങ്ങളെ കയ്യിൽ. ബാക്കി എന്താ ഇവർക്ക് എന്നുള്ള ഡയലോഗ്? 15 യൂസ് എന്ത് 15 യൂസ്? കായ് കൊടുത്തില്ലേ കാശി റഫറിക്ക്? ആ റഫറിനെ എന്തിനാ മാറ്റിയത്? നിങ്ങളെ റഫറിന് കുറച്ചു മുമ്പ് അർസനലിലേക്ക് തോറ്റു വന്നു. ഞങ്ങൾ 7 വാങ്ങിയിട്ടില്ല. അന്തസ്സായിട്ട് 5-1 ഇവര് വെറും ചരിത്രം നോക്കണുള്ളൂ. ഇപ്പൊ കറന്റ് സിറ്റുവേഷൻ വെറും ചരിത്രം. 4 കളി കളിച്ചാൽ ക്ലാസിക് 4 തവിട് പൊടി. 4-0 തവിട് പൊടിയായോ? ചലക്കല പൂണ്ടള ചലക്കല റഫറിനെ വാങ്ങിയിട്ട് തോറ്റിട്ടാണ്.